ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? നമ്മുടെ കറവ പശുക്കളുടെ ഫീഡിൻ്റെ വീഡിയോ ഇട്ടപ്പോഴേ കുറച്ച് ആൾക്കാർക്ക് സംശയം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനത് എഴുതിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ പശുവിൻ്റെ ബോഡി വെയ്റ്റ് വന്നിട്ട് 400 കിലോ, മിൽക്ക് പ്രൊഡക്ഷൻ ഒരു ദിവസം 20 ലിറ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെയാകുമ്പോൾ ഞാൻ പറഞ്ഞത് പ്രകാരം 2% ബോഡി വെയ്റ്റിൻ്റെ, അപ്പോൾ 400 കിലോ വെയ്റ്റിൻ്റെ 2% എന്ന് പറയുമ്പോൾ 8 കിലോ വരും. അതേപോലെ 20 ലിറ്റർ പാല് നമുക്ക് ഒരു ദിവസം കറക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ 1/3 ഭാഗം അല്ലെങ്കിൽ 33% എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു 6.6 കിലോ. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 14.6 കിലോ ആണ് നമുക്ക് ഡ്രൈ മാറ്റർ കിട്ടുക. അതാണ് നമുക്ക് ഒരു ദിവസം വേണ്ട ആ പശുവിൻ്റെ പൂർണ്ണമായിട്ടുള്ള പാലുൽപാദനത്തിനും വളർച്ചയ്ക്കും വേണ്ട ഡ്രൈ മാറ്ററിൻ്റെ അളവ്. കോൺസെൻട്രേറ്റ് ഫീഡ് നമ്മൾ ഇതിൽ ഒരു പശുവിന് 7 കിലോ കൊടുക്കുകയാണെങ്കിൽ 6,300 നമുക്ക് ഡ്രൈ മാറ്റർ കിട്ടും. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ 1 കിലോ കോൺസെൻട്രേറ്റ് ഫീഡിൽ നമുക്ക് 900 ഗ്രാമാണ് കിട്ടുക, 90%. അതേപോലെ സൈലേജ് നമ്മൾ 10 കിലോ ഒരു ദിവസത്തേക്ക് കൊടുക്കുകയാണെങ്കിൽ അതിൽ ഒരു കിലോയ്ക്ക് 350 ഗ്രാം വെച്ചിട്ട് 3.5 കിലോ കിട്ടും നമുക്ക് അതിൽ ഡ്രൈ മാറ്റർ. അതേപോലെ പച്ചപ്പുല്ല് 20 കിലോ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒരു കിലോയിൽ 150 ഗ്രാം കണക്ക് വെച്ചിട്ട് 3 കിലോ ഡ്രൈ മാറ്റർ കിട്ടും നമുക്കത് 20 കിലോ പുല്ല് കൊടുക്കുമ്പോൾ. അതേപോലെ വൈക്കോല് നമ്മൾ 2 കിലോ കൊടുക്കുകയാണെങ്കിൽ അതിൽ 90%, ഒരു കിലോയ്ക്ക് 900 ഗ്രാം വെച്ചിട്ട് 1 കിലോ 800 ഗ്രാം കിട്ടും നമുക്ക് ഡ്രൈ മാറ്റർ. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ മുകളിൽ കണക്കാക്കിയ 14.6 ഡ്രൈ മാറ്റർ കിട്ടും. ഒരു ദിവസം കൊടുക്കേണ്ട ഫീഡിൻ്റെ അളവ്: കോൺസെൻട്രേറ്റ് ഫീഡ് 7 കിലോ, സൈലേജ് 10, ഗ്രീൻ ഫോഡർ 20 കിലോ, സ്ട്രോ 2 കിലോ. എൻ്റെ ഇതിൽ ഞാൻ വൈക്കോൽ ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. ഷോർട്ടേജ് വരുന്ന സമയത്ത് മാത്രമേ ഞാൻ വൈക്കോൽ എടുക്കാറുള്ളൂ, മഴക്കാലത്തേക്ക്. അപ്പോൾ ഞാൻ ഈ വൈക്കോലും കൂടെ ഈ ഐറ്റംസിൽ ഡ്രൈ മാറ്റർ കിട്ടുന്ന പോലെ ഞാൻ ആഡ് ചെയ്യും. സ്ഥിരമായിട്ട് വൈക്കോൽ കൊടുക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. എന്ന് പറഞ്ഞാൽ 90% നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് പുല്ല് ഇഷ്ടം പോലെ ഉള്ളത് കാരണം ഞാൻ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇതാണ് എൻ്റെ ഫീഡിങ് രീതി. ഇങ്ങനെയാണ് ഡ്രൈ മാറ്റർ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഏകദേശം സംശയങ്ങളൊക്കെ മാറുമെന്ന് വിചാരിക്കണു ഇത് കാണുമ്പോൾ.